ഹലോ, വെൽക്കം ബാക്ക് ടു സുഫേദ വ്ളോഗ്. അപ്പോൾ ഇന്നിപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവരെ ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ തറവാട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഉമ്മ കുറേ ദിവസമായിട്ട് കേട്ടോ ഞങ്ങളിങ്ങനെ വിളിക്കണേ. അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് ഞങ്ങൾ ഒരു ദിവസം അവിടെ നിന്നിട്ട് വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. പിന്നെ ഉമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു ഉമ്മ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണ്. അപ്പോൾ പിന്നെ സാധനമൊക്കെ മേടിക്കാനുണ്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്തൊക്കെ പിന്നെ ഉമ്മാനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മേപ്പാടി ടൗണിലേക്ക് പോയിട്ട് അങ്ങനെ ഉമ്മാനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഇവിടെ വീട്ടിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ പിന്നെ രണ്ട് അനിയന്മാർ വൈഫും കുട്ടികളൊന്നും ഇല്ലായിരുന്നു. ഒരനിയന് പിന്നെ വേറെ വീട്ടിലാണ് കേട്ടോ. ചെറിയ അനിയനും വൈഫും കുട്ടികളാണ് കേട്ടോ തറവാട്ടിലുള്ളത്, ഉമ്മാൻ്റെ കൂടെ ഉള്ളത്. അങ്ങനെ പിന്നെ അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു രസമില്ല കേട്ടോ. പിന്നെ കുട്ടികളെ ഒച്ചപ്പാടൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഒരു ഭയങ്കര ഉത്സാഹമായിരിക്കും കേട്ടോ. അങ്ങനെ എന്തൊക്കെയാണ് അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു ബോറടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തൊക്കെയാണ് പൂള ചിപ്സൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഇരുന്ന് തിന്നാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പിസ്തൻ്റെ വെള്ളയും കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോയിൽ വിട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഇരുന്നിട്ട് ഉച്ചക്കാണ് കേട്ടോ സംഭവം. അത് ഞങ്ങളങ്ങനെ ഇരുന്നിട്ട് വർത്താനം കൊണ്ട് ഭയങ്കര വെയിൽ കേട്ടോ ഇവിടെ. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ ഉമ്മ ചോറും കറിയും ഒക്കെ വെച്ചിരുന്നു, നല്ല മീൻ കറി പിന്നെ ചോറൊക്കെ വെച്ചിരുന്നു. മീൻ പൊരിക്കാൻ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തിന്നാൻ നേരമായപ്പോൾ ഞങ്ങൾ എന്താക്കി പിന്നെ മീനൊക്കെ പൊരിച്ചിട്ടോ. പിന്നെ ഇവർ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടോ. അങ്ങനെ പിന്നെ എന്തൊക്കെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കഴിഞ്ഞിട്ടോ. അപ്പോൾ എന്തൊക്കെ പിന്നെ കുട്ടികളൊന്നും പിന്നെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഐസ് വന്നപ്പോൾ ഉമ്മയുടെ പറഞ്ഞ ഐസ് വരുന്നുണ്ടായിരുന്നു. ഉമ്മ അങ്ങനെ പൈസയൊക്കെ കൊടുത്തിട്ടോ. അങ്ങനെ പിന്നെ കുട്ടികൾ ഐസൊക്കെ വാങ്ങിട്ടോ. അപ്പോൾ ഇത് നമ്മൾ കളർ വെള്ളമാണ് കേട്ടോ. അത് ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ ഈ ഐസ്. പിന്നെ എന്താ പറയുക, വെള്ളം കലക്കിയതുണ്ടാവില്ലേ, അതിങ്ങനെ നമ്മൾ ഐസാക്കണം അങ്ങനത്തെ തോന്നുന്നു. ഇതൊരു ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ വൈകുന്നേരം പിന്നെ നല്ല തേങ്ങാച്ചോറും കോഴി പാട്സും പിന്നെ ഇറച്ചിയും കൂടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചൊക്കെ വീഡിയോയിൽ പെട്ടിട്ടുള്ളൂ. പിന്നെ അന്നേരം പിന്നെ വീഡിയോ എടുക്കാനൊന്നും ആളില്ലായിരുന്നു കേട്ടോ. കുട്ടികളാണെങ്കിൽ പിന്നെ കളിക്കാനും പോയിരുന്നു. പിന്നെ ഞാൻ തന്നെ ചെറിയ ഒറ്റ കയ്യിൽ ഇങ്ങനെ പിടിച്ചങ്ങാണ്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ ഫുള്ളായിട്ടൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ എപ്പോൾ വീഡിയോസ് എടുക്കുമ്പോഴും കേട്ടോ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റും കേട്ടോ. കാരണം പിന്നെ ക്യാമറ ഓണാക്കാൻ മറന്നിട്ടുണ്ടാവും. ഇതിങ്ങനെ വീഡിയോ ഇങ്ങനെ എടുക്കുന്നുണ്ടാവും, പക്ഷേ നമ്മൾ ക്യാമറ നിൽക്കണ്ടേ, നമ്മളത് ഓണാക്കിയെങ്കിലല്ലേ നമുക്കത് ഇതിൽ കിട്ടുള്ളൂ. പക്ഷേ അത് ഓണാക്കാൻ മറന്നിട്ടുണ്ടാവും കേട്ടോ. എപ്പോഴും ഉള്ളൊരു അബദ്ധമാണത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങോട്ട് പോയിട്ടൊക്കെ നിന്നിട്ടൊക്കെ കുറച്ച് ദിവസങ്ങളായിരുന്നു. അങ്ങനെ പിന്നെ എന്താക്കി ഒരു ദിവസമേ നിന്നതുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളൊരു പൂതിക്കും ഉമ്മാൻ്റെ ഒരു പൂതിക്കുമായിട്ട് ഞങ്ങളങ്ങനെ ഒരു ദിവസം നിന്നിട്ട് അങ്ങനെ ഞങ്ങൾ പിറ്റേന്നാണ് കേട്ടോ വന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉമ്മാനോട് പിന്നെ അവിടുത്തെ ഉച്ചക്കത്തെ ചോറും തിന്നിട്ടാണ് ഞങ്ങളങ്ങനെ പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിയിൽ ഇതാക്കണം ഇവിടെ പിന്നെ ഒരു ഐസ്ക്രീം വെക്കണ ചെറിയൊരു പിന്നെ വണ്ടിക്കാരെ കണ്ടിട്ടോ. അങ്ങനെ എന്താക്കി നല്ല ഉച്ച ടൈമല്ലേ, അപ്പോൾ എന്താക്കി നല്ലൊരു മാംഗോ ബാർ വാങ്ങിട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വേറെല്ല ഫ്ലേവറൊന്നും അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ അങ്ങനെയല്ല എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി ഇതേ തിന്നുള്ളൂ കേട്ടോ. ഇതിന് എത്ര കിട്ടിയാലും ഞാൻ നല്ല തിന്നു കേട്ടോ. പിന്നെ ഐസ് എങ്ങനെയായാലും എത്ര ആയാലും തിന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും എന്താക്കി അങ്ങനെ തിന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ പിന്നെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്കൊന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അവിടുന്ന് നേരത്തെ അങ്ങനെ പോകുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളെന്തൊക്കെ അങ്ങനെ ഐസൊക്കെ തിന്ന് അങ്ങനെ ഞങ്ങൾ പോകുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെ വീടിൻ്റെ ഇവിടെ എത്തിട്ടോ. പിന്നെ ഞങ്ങൾ പാടിയിലാണ് കേട്ടോ. അവിടേക്ക് ആണെങ്കിൽ ഒരു കുത്തനുള്ളൊരു സ്റ്റെപ്പാണ് കേട്ടോ. അതൊരു ഭയങ്കര ഇടങ്ങേറ് പിടിച്ചൊരു സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കി കയറിയിട്ടില്ലെങ്കിൽ താഴെ വീഴുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങളെ പാടി റൂമിലെത്തിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത്. ഓക്കെ, ബായ്.